ഇപ്പോൾ നമ്മോടൊപ്പം ജയേഷ്, ഇദ്ദേഹം CPIM-ൻ്റെ ചൊക്ലിയിലെ അവിടുത്തെ പാർട്ടിയുടെ നേതാവാണ്. പുഷ്പേട്ടൻ്റെ കൂടെ സമരത്തിൽ പങ്കെടുത്തു. ലാത്തി ചാർജിൽ ആ സമയത്ത് പരിക്കേറ്റു. വെടിയേറ്റ ഘട്ടം മുതൽ ഈ സമയം വരെയും പുഷ്പേട്ടൻ്റെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പാർട്ടി പ്രവർത്തകരാണ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ജയേഷായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിലുള്ള ഘട്ടങ്ങളിലായാലുമൊക്കെ അദ്ദേഹമാണ് പുഷ്പേട്ടനെ പരിചരിക്കുക, വീട്ടിലായാലുമൊക്കെ. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഇന്നലെയൊന്നും ഒരു വൈകാരിക മുഹൂർത്തത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പുഷ്പേട്ടൻ്റെ ഓർമ്മകൾ? നിങ്ങൾക്കായിരിക്കും ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ പുഷ്പേട്ടനെക്കുറിച്ചും പുഷ്പേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചും ഒക്കെ പറയാൻ വേണ്ടി പറ്റുക. നവംബർ 25-ന് നമ്മൾ അവിഭക്ത ചൊക്ലി വില്ലേജിൽ നിന്ന് 12 സഖാക്കളാണ് ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ആലക്കണ്ടി കോംപ്ലക്സിൻ്റെ ആ ഭാഗത്തായിരുന്നു നമ്മൾ നിന്നിരുന്നത്. അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് വെടിവെപ്പ് നടന്നിട്ടുള്ളത്. ആദ്യം വെടികൊള്ളുന്നത് DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് KK രാജീവനാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള പുഷ്പൻ രാജീവേട്ടനെ താങ്ങി നിർത്തുന്ന സമയത്താണ് പുഷ്പനും വെടികൊണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ കൂത്തുപറമ്പ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് കിട്ടാവുന്ന ഒരു വാഹനത്തിൽ തലശ്ശേരി ഗവൺമെൻറ് ആസ്പത്രിയിൽ കൊണ്ടുവരികയും അതേസമയം തന്നെ പുഷ്പൻ്റെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ ആസ്പത്രിയിൽ നിന്ന് ആസ്പത്രിയിലേക്കുള്ള യാത്രയായിരുന്നു. മിക്കവാറും ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള കേരളത്തിലും വിദേശത്തുമുള്ള മിക്കവാറും ഹോസ്പിറ്റലുകളിൽ പുഷ്പൻ്റെ ചികിത്സാരേഖകൾ കാണിക്കുകയും പുഷ്പനെ എഴുന്നേറ്റ് നടത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗമായും അതുപോലെ തന്നെ DYFIയുടെ ഭാഗമായും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ കോയമ്പത്തൂരുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ, അതിനുശേഷം ജില്ലാ ആയുർവേദ ആസ്പത്രി, തലശ്ശേരി സഹകരണ ആസ്പത്രി, ഇങ്ങനെ അതുപോലെ തന്നെ വീട്ടിൽ ടെൻറ്റ് കെട്ടി അവിടെ മാസങ്ങളോളമുള്ള ആയുർവേദ ചികിത്സ, ഇങ്ങനെയുള്ള ചികിത്സയുടെ നാളുകളായിരുന്നു എല്ലാ കാലത്തും. DYFIയുടെ നേതൃത്വത്തിൻ്റെ ഭാഗമായി അത് യൂണിറ്റ് ഘടകം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ അതിൻ്റെ ഭാരവാഹികളെല്ലാം മാറി വന്നിട്ടുണ്ടെങ്കിൽ കൂടി പുഷ്പൻ്റെ ചികിത്സയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ ഇന്നത്തെ തീയതി വരെ DYFI സംഘടന നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുഷ്പനെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് പുഷ്പനെ പരിചരിച്ചിട്ടുള്ള വീട്ടുകാരാണ്. ലോക ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു വിദ്യാർത്ഥി യുവജന സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി വെടിവെപ്പിൽ പരിക്കേറ്റ് സുഷുമ്നാ നാഡി നടന്ന് ഒരു 30 വർഷക്കാലം കിടക്കുക എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സംഭവമാണ്. പലപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത്ഭുതകരമായി തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് പുഷ്പനെ സംബന്ധിച്ചിടത്തോളം. പുഷ്പൻ ആ നാടിൽ ഓരോ കാര്യത്തിൽ, ആ പ്രദേശത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഏത് ആവശ്യത്തിനും പുഷ്പനെ സമീപിച്ചാൽ പുഷ്പൻ്റെ സൗഹൃദ വലയം കേരളത്തിലാകെയുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തിലെ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു നിലയുള്ള പുഷ്പൻ്റെ നഷ്ടം വ്യക്തിപരമായും അതുപോലെ തന്നെ നാടിനും DYFI പ്രസ്ഥാനത്തിനും എല്ലാം അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായി പുഷ്പേട്ടനെ ഓർക്കുമ്പോൾ നമുക്കറിയാം, പുഷ്പേട്ടനെ കാണുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് ആൾക്കാർ പുതുക്കുടി വീട്ടിലേക്ക് എത്താറുണ്ട്. പക്ഷെ അവരെയൊക്കെ ഒരിക്കൽ കണ്ടാൽ പിന്നെ പുഷ്പേട്ടൻ മറക്കില്ല. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിനകത്തുണ്ടാവും. പിന്നീട് കാണുമ്പോൾ അവരുടെ കൂടെ വന്നവരൊക്കെ തിരക്കും. അങ്ങനെ വളരെ ഒരു വൈകാരികമായ ഒരു അനുഭവതലം പുഷ്പേട്ടനുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക്, അതായത് ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ, അതായത് ഈ വെടിവെപ്പിന് മുമ്പൊക്കെ നിങ്ങൾ ഒന്നിച്ച് യൂണിറ്റ് പ്രവർത്തിക്കുന്നവരാണ്. അതിനുശേഷം ഇത്രയോ വർഷങ്ങൾ ഒന്നിച്ച് തന്നെ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു പുഷ്പേട്ടനെ ഓർത്തെടുക്കാൻ പറ്റുന്നത്? യഥാർത്ഥത്തിൽ പുഷ്പന് ജനങ്ങളുമായി സംസാരിക്കാൻ അങ്ങേയറ്റത്തെ താല്പര്യമുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് നമ്മൾ ആളുകൾ വരുന്നതിനെക്കുറിച്ചൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പോലും പുഷ്പൻ അത് വേണ്ടാന്ന് പറഞ്ഞ് ജനങ്ങളുമായി എന്നെ കാണാൻ വരുന്ന ആളോട് സംസാരിക്കാൻ ഏറെ താല്പര്യത്തോടു കൂടി
ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ജനങ്ങളുമായി സംസാരിച്ച്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് പുഷ്പൻ്റെ പുതുക്കുടി വീടും അതുപോലെ തന്നെ പുഷ്പനും. അപ്പോൾ അങ്ങനെ കാണാൻ വരുന്ന സമയത്ത് പുഷ്പൻ ഫോൺ നമ്പർ കൊടുക്കും, പുഷ്പൻ്റെ നമ്പർ മേടിക്കും. സമയം ഫോണിൽ ഈ സൗഹൃദ ബന്ധം, കേരളത്തിലാകെ വിപുലമായ സൗഹൃദ ബന്ധം പുഷ്പനുണ്ട്.